ഹായ് മക്കളെ, നിങ്ങൾ ഈ സമയത്ത് എൻ്റെ അടുത്തേക്ക് ഒരു കൗൺസിലിങ്ങിന് വരികയാണ്. പ്രശ്നം എന്ന് വെച്ചാൽ, സാറേ ഞാൻ ആകെ ടെൻഷനിലാണ്. ഇപ്പം നിങ്ങളൊരു ക്ലയൻ്റായ നിങ്ങൾ എന്നോട് സംസാരിക്കുകയാണ്. ഞാൻ നിങ്ങളോട് ചോദിക്കുമ്പോൾ നിങ്ങൾ പറഞ്ഞ മറുപടികളാണ്. കുട്ടിയെ മറുപടി പറയുന്നു. സാർ എനിക്ക് ഭയങ്കര ടെൻഷനാണ്. ആദ്യത്തെ നീറ്റ് പരീക്ഷ ഞാൻ കുഴപ്പമില്ലാതെ എഴുതി. അപ്പം അതിന് ശേഷം എന്ന് വെച്ചാൽ എനിക്ക് രണ്ടാമത്തെ നീറ്റ് പരീക്ഷ വരുന്നതിന് വലിയ ആശങ്കകളുണ്ട്. ഞാൻ നല്ല ടെൻഷനിലാണ്. ഈ ഒരു പ്രശ്നവുമായിട്ട് എൻ്റെ അടുത്ത് ഒരു കുട്ടി വന്നു കഴിഞ്ഞാൽ ഞാൻ ആ കുട്ടി എങ്ങനെയാണ് ട്രീറ്റ് ചെയ്യുന്നത്, അവരുടെ സ്റ്റഡി അല്ലെങ്കിൽ അവരുടെ ഇപ്പോഴുള്ള ടെൻഷൻ എങ്ങനെയാണ് സയൻറ്റിഫിക്കായിട്ട് ശാസ്ത്രീയമായിട്ട് മാറ്റി കൊടുക്കുന്നത് എന്നുള്ള ഒരു ചെറിയ സെഷനാണ് നമ്മളിന്ന് ചെയ്യുന്നത്. നിങ്ങളുടെ സ്റ്റഡി എങ്ങനെ പ്ലാൻ ചെയ്യാം, നിങ്ങളുടെ മനസ്സിനെ എങ്ങനെ ഒരുക്കി നിർത്താം, അതാണ് ഇന്നത്തെ വീഡിയോയിലെ മേജർ കണ്ടന്റ്. ആദ്യമായിട്ട് ഇങ്ങനൊരു പ്രശ്നം കൊണ്ട് വരുന്ന ഒരു കുട്ടിയുടെ ഏറ്റവും വലിയൊരു പ്രോബ്ലം എന്ന് പറയുന്നത് സ്ട്രെസ് എത്രത്തോളം അവരെ ബാധിച്ചിട്ടുണ്ട്, അതിൻ്റെ ലെവൽ നമ്മൾ കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. അതിനൊരു സ്കെയിൽ എന്നുള്ളത് 10ൽ നമ്മൾ സ്കെയിൽ എടുത്തു കഴിഞ്ഞാൽ ചില കുട്ടികളുടെ സ്കെയിൽ നമ്മൾ നോക്കുന്ന സമയത്ത്, മെഷറിങ് സ്കെയിൽ നോക്കുന്ന സമയത്ത് 10ൽ ഒരു 9 എന്നുള്ള സ്റ്റേജിലൊക്കെ ഉണ്ടാവും. ചിലവർ അത് 8 ആയിരിക്കും, ചിലവർ 7 ആയിരിക്കും, ചിലവർ 6 ആയിരിക്കും, ചിലവർ 5 ആയിരിക്കും, ചിലവർ ഒരു 3, 2 അത്രയുണ്ടാവും. പക്ഷെ മിക്കവാറും കേസിൽ ഈ കൗൺസിലിങ്ങിനൊക്കെ വരുമ്പോൾ, ടെൻഷൻ എന്ന് പറഞ്ഞ കൗൺസിലിങ്ങിനൊക്കെ വരുമ്പോൾ അതിൻ്റെ ലെവൽ 10ൽ ഒരു 9 ആ ഒരു സ്കെയിലായിരിക്കും ഉണ്ടാവുക. രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ സ്ട്രെസ് 2 തരത്തിലുണ്ട്. ഇന്റേണൽ സ്ട്രെസ്സും എക്സ്റ്റേണൽ സ്ട്രെസ്സും. പൊതുവെ കുട്ടികൾ എക്സ്റ്റേണൽ സ്ട്രെസ്സുള്ള ആൾക്കാരാണെങ്കിൽ ഇത് എല്ലാവരോടും പറഞ്ഞുകൊണ്ടിരിക്കും. എടാ എനിക്ക് ഭയങ്കര ടെൻഷനാടാ, റീനീറ്റ് പ്രഖ്യാപിച്ച പിന്നെ എനിക്ക് ഭയങ്കര ടെൻഷനാടാ, നിനക്ക് ടെൻഷൻ ഉണ്ടോടാ, എനിക്ക് വീണ്ടും ഫിസിക്സ് ചെയ്യാൻ പറ്റുമോ, എനിക്ക് കെമിസ്ട്രി, എനിക്ക് ബയോളജി എങ്ങനെയാടാ ഞാൻ പറഞ്ഞുകൊണ്ടേയിരിക്കും. ഒരു തരത്തിൽ എക്സ്റ്റേണൽ സ്ട്രെസ് നല്ലതാണ് എന്ന് പറയാറുണ്ട്. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഈ പറയുന്ന ഒരു പ്രവർത്തനം ഉണ്ടല്ലോ, ഒരു പ്രോസസ്സ്, അവർ ആക്ച്വലി ആ പറയുന്ന സമയത്ത് ആ സ്ട്രെസ് എന്ത് ചെയ്യാണ്, സിംപ്ലിഫൈ ചെയ്യാണ്, അതിനെ മിനിമൈസ് ചെയ്യാണ്. അപ്പൊ ചിലപ്പോൾ അങ്ങനെ പറയുമ്പോൾ എനിക്ക് ഫിസിക്സിനെ കുറിച്ച് ഭയങ്കര പേടി, അപ്പം മറ്റയാളും പറയണം എനിക്കും ഫിസിക്സിനെ കുറിച്ച് ഭയങ്കര പേടിയുണ്ടാ. സമാധാനം എല്ലാവർക്കും ഉണ്ടല്ലോ. അപ്പൊ നമ്മുടെ വീട്ടിൽ കറണ്ട് ഇല്ലെങ്കിൽ കുഴപ്പമില്ല അല്ലെ, അടുത്ത വീട്ടിൽ ഉണ്ടാവാതിരുന്നാൽ മതി എന്ന് പറഞ്ഞൊരു സിനിമയിലൊക്കെ കാണാറില്ലേ. അപ്പൊ എല്ലാവർക്കും ഈ പ്രശ്നം നമ്മൾ ജനറലൈസ് ചെയ്യും. ഇന്റേണൽ സ്ട്രെസ് കുറച്ചും കൂടെ ബുദ്ധിമുട്ടുള്ള സംഗതിയാണ്. ഇന്റേണൽ സ്ട്രെസ് ഉള്ള കുട്ടികൾ ഇങ്ങനെ ഇരിക്കും. എന്താണ് പ്രശ്നം? ഒന്നുമില്ല സാർ. എനിക്ക് നീറ്റിന്റെ എന്തെങ്കിലും ടെൻഷൻ? ഒന്നുമില്ല. രണ്ടാമത് എഴുതി കിട്ടുമെന്ന് ഭയമുണ്ടോ? ഇല്ല സാർ, ഒന്നുമില്ല. പിന്നെന്താ പ്രശ്നം? ഒന്നുമില്ല സാർ, ഒന്നുമില്ല. അവർ പൊതുവെ തുറന്നു പറയാനുള്ള ഒരു മടി ഭയങ്കരമായിട്ട് കാണിക്കും. അതായത് നമ്മൾ ചോദിച്ചു കഴിഞ്ഞാലും കൃത്യമായിട്ട് അവർ എക്സ്പ്രസ് ചെയ്യില്ല. അപ്പം ഇതിനെ ഇന്റേണൽ സ്ട്രെസ് എന്ന് പറയും. രണ്ടിലും കൂടുതൽ ഡേഞ്ചറസ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്ത് ഇന്റേണൽ സ്ട്രെസ് ആണ്. അപ്പം കാര്യങ്ങൾ തുറന്നു പറയാനുള്ള ഒരു മടി. അപ്പം അങ്ങനെ 2 ടൈപ്പ് കുട്ടികളാണെങ്കിലും സ്ട്രെസ് ഐഡന്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ ലെവൽ, ഇത് നിങ്ങൾക്ക് തന്നെ സ്വന്തമായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. പിന്നെ തീർച്ചയായിട്ടും ഇത്തരത്തിൽ ഇഷ്യൂസ് വരുമ്പോൾ കൂടുതൽ കോംപ്ലിക്കേറ്റഡ് ആണെങ്കിൽ ഒരു സൈക്കോളജിസ്റ്റിന്റെയോ നല്ല കൗൺസിലറിന്റെയോ ഹെൽപ്പ് തേടുക. ഇതൊരു സെൽഫ് ഡയഗ്നോസിസ് ഒരിക്കലും ഒന്നിനും ഒരു ശാശ്വതമായ പരിഹാരമല്ല. എന്നാലും ഈ ഒരു അവസരത്തിൽ നിങ്ങൾക്ക് കോമൺ ആയിട്ട്, നിങ്ങൾക്ക് ഇനി നിങ്ങൾ ഡോക്ടേഴ്സൊക്കെ ആവേണ്ട ആൾക്കാരല്ലേ, അപ്പോൾ ഒരു ബേസിക് ആയിട്ടുള്ള ഒരു ഐഡിയ ഞാൻ തരികയാണ്. ഈ 2 വിഭാഗക്കാരാണെങ്കിലും നമ്മൾ ആദ്യം അതിൻ്റെ ഒരു സ്കെയിൽ എത്രയുണ്ടെന്ന് നോക്കും. അപ്പോൾ ഒരു 9, 8 ആണോ, അല്ലെങ്കിൽ 2 പേർക്കുള്ള ഒരു ട്രീറ്റ്മെന്റിന്റെ ഒരു മെത്തേഡ് രണ്ടും ഡിഫറെന്റ് ആണ്. നമ്മൾ അവരെ അപ്രോച്ച് ചെയ്യുന്ന മെത്തേഡും ഡിഫറെന്റ് ആണ്. പൊതുവെ 2 വിഭാഗക്കാർക്കും നമ്മൾ ആദ്യം സജസ്റ്റ് ചെയ്യുക റിലാക്സേഷൻ ആണ്. അപ്പം മൈൻഡിന് റിലാക്സേഷൻ കിട്ടുന്ന രീതിയിലേക്ക് അവരെ കൊണ്ടുപോകണം. കാരണം ഈ സ്ട്രെസ് വരുന്ന സമയത്ത് ഇതിപ്പോൾ ഒരു കുട്ടി ആദ്യം റീനീറ്റിനെ കുറിച്ച് ചിന്തിക്കുന്നു, അല്ലെങ്കിൽ അവർ അതിനെക്കുറിച്ച് എപ്പോഴും ആലോചിച്ചുകൊണ്ടിരിക്കുന്നു. ഈ സമയത്ത് സംഭവിക്കുന്ന എന്താണ്, ആ പ്രോബ്ലംസ് മെല്ലെ കുട്ടീൻ്റെ ബോഡീനെ ബാധിക്കാൻ തുടങ്ങും. മൈൻഡ് എന്ന് നമ്മുടെ കാണുന്ന ഒരു അവയവം നമുക്കില്ലല്ലോ. മൈൻഡ് എന്ന് വെച്ചാൽ ശരിക്കും തല മുതൽ കാല് വരെ വ്യാപിച്ച് കിടക്കുന്നതാണ് പറയുന്നത്. പക്ഷെ ഇവിടെ എന്താ സംഭവിക്കുന്നത്, ഈ മൈൻഡ് എന്നുള്ള അദൃശ്യമായി നമ്മൾ എവിടെയോ ഇങ്ങനെ നിൽക്കുന്ന ഒരു സംഗതിയിൽ നിന്ന് അത് നമ്മുടെ നേരിട്ട് ബോഡിയിലേക്ക് അനുഭവപ്പെടാൻ വേണ്ടി തുടങ്ങും. എന്താണ് ബോഡിയിൽ അനുഭവപ്പെടുന്നത്? ഇത് പലർക്കും പല രീതിയിലാണ് ബോഡിയിൽ അനുഭവപ്പെടുന്നത്. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ ഇതിനെക്കുറിച്ച് സൂചിപ്പിച്ചിട്ടുണ്ട്. ചില ആൾക്കാർക്ക് ന്യൂറോ സിസ്റ്റത്തിനെ എഫക്ട് ചെയ്യുന്നതായിട്ട് തോന്നും. ഇത്തരം വ്യക്തികൾക്ക് സ്ട്രെസ് ഉണ്ടാകുമ്പോൾ നല്ല രീതിയിൽ തലകറക്കം ഫീൽ ചെയ്യും, അല്ലെങ്കിൽ കണ്ണിന് ഇരുട്ടുക. ആ കുട്ടികൾ പലപ്പോഴും പറഞ്ഞ പരീക്ഷ ആകുമ്പോഴേ എനിക്ക് കണ്ണ് ഇരുട്ടടക്കുന്ന പോലെ, ഇരുട്ട് കയറുന്ന പോലെ അല്ലെ, അങ്ങനെ ഫീൽ ചെയ്യും. ചില ആൾക്കാർക്ക് ശരീരം മൊത്തം ഒരു വേദന, അതായത് എവിടെയൊക്കെ നെർവുണ്ട് അവിടെയൊക്കെ ഒരു വേദന പോലെ ഫീൽ ചെയ്യും. കൈയും കാലൊക്കെ ടൈറ്റ് ആയിട്ട്, കാലിന്റെ കാഫ് മസിൽസ് ഒക്കെ ഭയങ്കര ടൈറ്റ് ആവും. ചിലപ്പോൾ ശരീരത്തിന് ഏതും ഭയങ്കര ടൈറ്റ് ആയ പോലെ ഉണ്ടാവും. ഇപ്പം ന്യൂറോ സിസ്റ്റംസുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നങ്ങളായിട്ടായിരിക്കും ചിലപ്പോൾ അത് സൊമാറ്റിക്കായിട്ട് ബോഡിയിൽ കാണിക്കുക. ചില ആൾക്കാർക്കും ഇത് ഏറ്റവും കൂടുതൽ ഒരു
സൈനായിട്ട് കാണുന്നത് ഡൈജസ്റ്റീവ് സിസ്റ്റം. അതായത് ഇനിയിപ്പോൾ ഇത് വന്നത് മുതൽ ഭക്ഷണത്തോ അല്ലെങ്കിൽ നല്ല രീതിയിൽ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കുട്ടി തീരെ ഫുഡ് എനിക്ക് വേണ്ട, എനിക്ക് ഭക്ഷണം വേണ്ട, ഭക്ഷണം കഴിക്കുമ്പോൾ വോമിറ്റ് ചെയ്യാൻ തോന്നുന്നു, എനിക്കത് ഡൈജസ്റ്റ് ആവുന്നില്ല, കോൺസ്റ്റിപ്പേഷൻ ഉണ്ടാവുക, വയറ് ബ്ലോട്ടിങ് ഉണ്ടാവുക, ഡൈജസ്റ്റീവ് സിസ്റ്റമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നങ്ങളായിട്ട് ഈ പറഞ്ഞിരിക്കുന്ന ഇഷ്യൂ, അതായത് സ്ട്രെസ് വരാറുണ്ട്. പിന്നെ നമുക്ക് പ്രധാനമായിട്ട് വരുന്ന വെച്ചാൽ ഇമ്മ്യൂൺ സിസ്റ്റം. ഇത് അറിഞ്ഞ മുതൽ പല രീതിയിൽ അസുഖങ്ങൾ, പനിക്കുക, അല്ലെങ്കിൽ സ്ഥിരമായിട്ട് തൊണ്ടവേദന വരിക, ജലദോഷം വരിക, ഇമ്മ്യൂൺ സിസ്റ്റത്തിനെ ബാധിക്കുന്ന അസുഖങ്ങൾ പെട്ടെന്ന് ബാധിക്കുക, ഇമ്മ്യൂൺ സിസ്റ്റത്തിനെ ബാധിക്കുന്ന രീതിയിലേക്ക് വരാം. പിന്നെ പ്രധാനമായിട്ടെന്ന് വെച്ചാൽ ഈ കാർഡിയോ ആയിട്ട് ബന്ധപ്പെട്ട സിംറ്റംസ്, അത് ഹാർട്ട് ബീറ്റ് കൂടുതൽ. സാധാരണ ഒരു കുട്ടി കഴിഞ്ഞ ദിവസം ഒന്ന് പറയാം, സാറേ എല്ലാവർക്കും ഹാർട്ട് ബീറ്റ്, സാറ് പൾസ് നോക്കിയിട്ട് അല്ലെങ്കിൽ ഹാർട്ട് അല്ലേ ചെക്കിയിട്ടല്ലേ കിട്ടുക, എൻ്റെ കൈൻ്റെ അറ്റത്ത് വേണമെങ്കിൽ എനിക്ക് പൾസ് അറിയാൻ പറ്റും. കുട്ടി വിരൽ കാണിക്കുകയാണ്. അതൊക്കെ ഈ പൾപിറ്റേഷൻസ് കൂടുന്ന കൈൻ്റെ അറ്റത്തൊക്കെ ഇങ്ങനെ സെൻസേഷൻസ് കാണാം, കുട്ടി ഇങ്ങനെ ശരിക്കും. അപ്പോൾ ഈ ഹാർട്ട് ബീറ്റുമായിട്ട് ബന്ധപ്പെട്ട കാർഡിയോ റിലേറ്റഡ് ആയിട്ടുള്ള സിംറ്റംസ്, ഇതൊന്നും സീരിയസ് ആയിട്ടുള്ള കാര്യങ്ങളല്ല, ഇങ്ങനെയൊക്കെ ഉണ്ടാവാം. ചില ആൾക്കാർക്ക് റെസ്പിറേറ്ററി, അതായത് ശ്വാസമായിട്ട് ബന്ധപ്പെട്ട ബുദ്ധിമുട്ടുകൾ, ശ്വാസതടസ്സങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ ഇതിന്റെ ലെവൽ എത്രയുണ്ടെന്ന് മനസ്സിലാക്കുക. അപ്പം നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടത് മക്കളെ, ഞാൻ നിങ്ങളോടൊരു കാര്യം പറയും, ഇത് ഇന്നലെ നീറ്റ് പരീക്ഷ എഴുതുമ്പോഴും അല്ലെങ്കിൽ +2 പരീക്ഷ എഴുതുമ്പോഴും സംഭവിച്ചതല്ല. ഇതിന് നല്ല ഹിസ്റ്ററി ഉണ്ട്. മിക്കവാറും കേസിലൊരു 13 വയസ്സിൽ 8ാം ക്ലാസ്സിലേക്ക് നിങ്ങൾ എത്തുന്ന മുതൽ നിങ്ങളുടെ സ്ട്രെസ് ലെവലിന്റെ ഒരു ഐഡന്റിഫിക്കേഷൻ നിങ്ങൾ കണ്ടെത്താൻ വേണ്ടി പറ്റും. അതായത് 8, 9, 10 ക്ലാസ്സുകളിൽ നിന്ന് തന്നെ പല രീതിയിലുള്ള സ്ട്രെസ്സിന്റെ പല എലമെന്റ്സ് നിങ്ങൾ ഫീൽ ചെയ്തിട്ടുണ്ടാവും. പക്ഷെ അത് പലരും ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല. ഞാൻ ഈ പറയുമ്പോൾ ശ്രദ്ധിച്ചാൽ മതി. ഇപ്പോൾ നിങ്ങൾ അനുഭവിക്കുന്ന, അതായത് നീറ്റാണല്ലോ നമ്മുടെ വിഷയം, നീറ്റ് പരീക്ഷയായിട്ട് ബന്ധപ്പെട്ട് ഇപ്പം നിങ്ങൾ അനുഭവിക്കുന്ന സ്ട്രെസ്സിന്റെ അനദർ വേർഷൻ ഓൾറെഡി യു എക്സ്പീരിയൻസ്ഡ് ഡ്യൂറിങ് യുവർ ഹൈസ്കൂൾ ക്ലാസ്സസ്. അനദർ വേർഷൻ ഓഫ് ദാറ്റ് സ്ട്രെസ് ഓൾറെഡി നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടാവും നിങ്ങളുടെ ഹൈസ്കൂൾ ക്ലാസ്സുകളിൽ. ആ സമയത്ത് നിങ്ങൾ നോക്കുക, ബാക്കിലോട്ട് പോയെന്ന് മനസ്സിലാവും. സാറിന് ഞാൻ ഹിപ്നോട്ടിസ്റ്റ് കൂടി, അപ്പോൾ ഇങ്ങനെ നമുക്ക് പുറകോട്ട് കൊണ്ടുപോയി കഴിഞ്ഞാൽ കുട്ടി പറയാറുണ്ട്, സാർ 8ാം ക്ലാസ്സിൽ ആ പരീക്ഷ സമയത്ത് എനിക്ക് ഇങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ടായി, 9ാം ക്ലാസ്സിൽ ഇഷ്യൂ. അപ്പോൾ ഇത് നിങ്ങളുടെ ക്യാരക്ടറിന്റെ ഭാഗം കൂടിയാണ്. അപ്പോൾ അത് ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് റിലാക്സേഷൻ തന്നെയാണ്. അപ്പോൾ എങ്ങനെയാണ് നമുക്ക് റിലാക്സേഷൻ കിട്ടുക? പല രീതിയിൽ റിലാക്സേഷൻ കിട്ടും അല്ലേ. ചില ആൾക്കാർക്ക് പാട്ട് കേൾക്കുന്ന സമയത്ത് റിലാക്സേഷൻ, എല്ലാ പാട്ടുകളും അല്ല, അതായത് നമുക്ക് ഇഷ്ടപ്പെട്ട ചില പാട്ടുകൾ കേട്ടാൽ റിലാക്സ്ഡ് ആകും. ചില ആൾക്കാർക്ക് ചെറിയ യാത്രകൾ പോകുമ്പോൾ റിലാക്സ്ഡ് ആവും. ചില ആൾക്കാർക്ക് തങ്ങളോട് ഇഷ്ടമുള്ള ആരോടെങ്കിലും സംസാരിച്ചുകൊണ്ടിരുന്ന റിലാക്സ്ഡ് ആവും. ചില ആൾക്കാരുടെ റിലാക്സേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭക്ഷണം കഴിക്കുക എന്നുള്ളതാണ്. സ്ട്രെസ്സിന് ബീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ചില ആൾക്കാർ ചെയ്യുന്ന പണി എന്ന് വെച്ചാൽ നന്നായിട്ട് ഫുഡ് കഴിക്കും. എടാ, ഒരു ബിരിയാണിയും കൂടെ ഓർഡർ ചെയ്താലോ? ഒരു ബിരിയാണി കഴിച്ചിരിക്കുമ്പോൾ ഇയാൾക്ക് തൃപ്തിയാവില്ല. കാരണം ഈ ബിരിയാണി കഴിച്ച് വയറിങ്ങനെ നിറയുന്ന സമയത്ത് അല്ലേ കിട്ടുന്ന ഒരു സന്തോഷം, അത് സ്ട്രെസ്സിന് ശരിക്കും ബീറ്റ് ചെയ്യാണ്. നല്ലോണം ഭക്ഷണം കഴിച്ച് വയറിങ്ങനെ വെറുക്കുക. അപ്പം അതിൻ്റെ അഭാവമായിട്ട് ബോഡി വെയിറ്റ് കൂടുന്ന പ്രശ്നങ്ങളൊക്കെ വരും. അത് വേറെ കാര്യം. അപ്പം അങ്ങനെ ചില ആൾക്കാർക്ക് സ്ട്രെസ് റിലാക്സേഷൻ കിട്ടുന്ന വെച്ചാൽ, കഴിഞ്ഞ ദിവസം ഒരു കുട്ടി, എൻ്റെ പേരൻ്റ് വന്ന്, ഇവള് സാറേ സ്ട്രെസ്സിനെ റിലാക്സ് ചെയ്യുന്ന പ്രത്യേക രീതിയിലാണ്. എന്താ? ഓൺലൈൻ ഷോപ്പിംഗ്. ഞാൻ പറഞ്ഞത് എന്താ സാർ, ഇവൾക്ക് ഒരു 10 കറുത്ത ഡ്രസ്സ് ഉണ്ട്, എന്നാൽ ഇവള് ആമസോണിലും ഫ്ലിപ്കാർട്ടും നോക്കിയിട്ട് കറുത്ത ഡ്രസ്സ് ഓർഡർ ചെയ്യും, ഒരു ടീഷർട്ട് വീണ്ടും ഓർഡർ ചെയ്യും. അപ്പം ഞാൻ പറഞ്ഞ ആദ്യം വളർന്ന് നിനക്ക് ഓൾറെഡി 10 ടീഷർട്ട് ഉണ്ട് എന്നാണ് അമ്മ പറയുന്നത്. അല്ല സാറേ, അത് ആ ഒരു നമ്മുടെ ഈ ആമസോണിന്റെ ഡെലിവറി ബോയ് ആദ്യം നമുക്ക് മെസ്സേജ് വരില്ല സാർ, യുവർ പാക്കറ്റ് വിൽ ബി ഡെലിവേർഡ് ഓൺ ട്യൂസ്ഡേ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ട്യൂസ്ഡേ രാവിലെ ഒരു 11 മണിയാകുമ്പോൾ അയാളിങ്ങനെ വന്ന് ആ പാക്കറ്റ് തരുമ്പോൾ ഒരു സന്തോഷം. ശരിക്കും സ്ട്രെസ്സിനെ നമ്മൾ ബീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, സ്ട്രെസ്സിനെ ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ട് പല കാര്യങ്ങളും നമ്മൾ അറിയാതെ ചെയ്യും. അതിനൊരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞതാണ്, ഇങ്ങനെയൊക്കെ ചെയ്യുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ നമ്മൾ റിലാക്സ്ഡ് ആവുക എന്നുള്ളതാണ് വളരെ പ്രധാനം. പക്ഷേ ഈ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് യാത്ര ചെയ്യാൻ പരിമിതിയുണ്ട്, പതിവിലധികം ഭക്ഷണം കഴിക്കാറുണ്ട്, ചിലപ്പോൾ ചില വ്യക്തികളോട് കാര്യങ്ങൾ ഷെയർ ചെയ്യുമ്പോൾ പ്രൈവസി ഇഷ്യൂസ് ഉണ്ട്. ഏറ്റവും നല്ലത് നമ്മൾ തന്നെ റിലാക്സേഷനായിട്ട് ചില മെത്തേഡുകൾ കണ്ടെത്തുക എന്നുള്ളതാണ്. അപ്പോൾ റിലാക്സേഷനായിട്ട് ഒരു ചിലവില്ലാതെ ചെയ്യാൻ വേണ്ടി പറ്റുന്ന മെത്തേഡുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന്, ലോകത്തിലെ എല്ലാ രാജ്യങ്ങളിലും അംഗീകരിച്ച സംഗതിയാണ് ബ്രീത്തിങ് എക്സസൈസുകൾ. ഇപ്പം ബ്രീത്തിങ് എക്സസൈസുകൾ എന്ന് പറയുന്ന സമയത്ത്, നമ്മൾ ഈ സമയത്ത് നിങ്ങൾക്ക് നല്ല ടെൻഷൻ ഉണ്ട്, ഈ ടെൻഷനുമായിട്ട് ഒരു ബന്ധവുമില്ലാത്ത ഒരു തരത്തിലും, ഞാൻ പറഞ്ഞ പോയിന്റ് മക്കളെ നിങ്ങൾ ശരിക്കും ശ്രദ്ധിക്കണേ, ഇപ്പം നിങ്ങളുടെ നീറ്റ് എക്സാമിനേഷനായിട്ട് ബന്ധപ്പെട്ട് ഈ അക്കാഡമിക് ടെൻഷനുമായിട്ട് ഒരു ബന്ധവുമില്ലാത്ത, ഇതിന്റെ ഒരു കാര്യങ്ങൾ അറിയാത്ത, ഇതൊന്നും മനസ്സിലാക്കാൻ പറ്റാത്ത ഒരാളോട് അത് ഷെയർ ചെയ്താൽ ചിലപ്പോൾ ആ സ്ട്രെസ് ഇരട്ടിക്കുകയാണ് ചെയ്യുക. അപ്പൊ അതുകൊണ്ട് പറയാറുണ്ട്, നെവർ ടേക്ക് അഡ്വൈസ് ഫ്രം എ പേഴ്സൺ ഇൻ ട്രബിൾ. നെവർ ടേക്ക് അഡ്വൈസ് ഫ്രം എ പേഴ്സൺ ഇൻ ട്രബിൾ അല്ലേ. ഇപ്പൊ മിക്കവാറും ആൾക്കാർ നിങ്ങളെക്കാളും വലിയ മാനസിക പ്രശ്നങ്ങളായിട്ട് ഇരിക്കുന്ന ആൾക്കാരായിരുന്നു.
അവരോടാണ് നിങ്ങൾ പോയിട്ട് അഡ്വൈസ് ചെയ്യുന്നത്. അപ്പം ഈ നമ്മൾ റിലാക്സേഷന് വേണ്ടി സംസാരിക്കുന്ന സമയത്ത് കിട്ടുന്ന ഇൻപുട്ട് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അങ്ങനെ സംസാരിച്ചതിൻ്റെ ഇടയിൽ വേണ്ടാത്ത ചില ഇൻപുട്ട് കിട്ടി നമ്മൾ കൂടുതൽ ഡൗൺ ആവുകയാണ് ചെയ്യുക. അപ്പോൾ സെൽഫ് റിലാക്സേഷൻ മെത്തേഡുകൾ കണ്ടെത്തുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സെൽഫ് റിലാക്സേഷൻ മെത്തേഡാണ് ബ്രീത്തിങ്. അത് നിങ്ങൾ യൂട്യൂബിൽ നോക്കിക്കഴിഞ്ഞാൽ സിമ്പിൾ ബ്രീത്തിങ് എക്സസൈസ് ഒക്കെ ഒരുപാടുണ്ട്. ഇതിന് വലിയ യോഗ, പ്രാണായാമം, ഭ്രമരി, ഇങ്ങനെ എന്നൊക്കെ യോഗയിലൊക്കെ കുറേ സംഗതികൾ, അതൊന്നും പഠിക്കണമെന്ന് ഞാൻ പറയുന്നില്ല. സിമ്പിളായിട്ടുള്ള ബ്രീത്തിങ്, അതായത് നമ്മൾ ജസ്റ്റ് എന്ത് ചെയ്യാന്ന് വെച്ചാൽ ഒരു 5 മിനിറ്റ് എവിടെയെങ്കിലും പോയിരുന്നിട്ട് സാധാരണഗതിയിൽ വേണമെങ്കിൽ മെഡിറ്റേഷൻ സൗണ്ടും കാര്യങ്ങളൊക്കെ കിട്ടും. ഈ വലിയ മെഡിറ്റേഷൻ ഒന്നും പഠിക്കണ്ട, സിമ്പിളായിട്ട് നിങ്ങളിതൊന്ന് ശ്രദ്ധിച്ച് നിങ്ങൾ ഇരുന്നിട്ട് ആദ്യം നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ കാലുകൾ ഫ്രീ ആവണം. കൈയും കാലും ടൈറ്റിൽ വന്ന ഒരു മെഡിറ്റേഷൻ, ഞാൻ ഒരുപാട് മെഡിറ്റേഷൻസ് പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ ബേസിക് ആയിട്ടുള്ള ടെക്നിക്സ് ചെയ്യുവാണ് കൈയിലെയും കാലുടെയും മസിൽസ് ഫ്രീ ആയിട്ടിടാം. 2 കൈകൾ ഇങ്ങനെ ചേർത്ത് വെക്കുക, കൈ ഇങ്ങനെ ചേർത്ത് വെക്കുക, കൈകൾ ഇങ്ങനെ ചേർത്ത് വെച്ചതിന് ശേഷം ജസ്റ്റ് കണ്ണൊന്ന് അടച്ച് 10:20 അത് പ്രാക്ടീസ് ചെയ്യുക. 10:20 എന്ന് വെച്ചാൽ മൂക്കിലെ കൂടെ 10 സെക്കൻഡ് ശ്വാസം ഉള്ളിലേക്ക് എടുക്കുക, അതൊരു 5 സെക്കൻഡ് ഹോൾഡ് ചെയ്യുക, എന്നിട്ട് വായ തുറന്ന് ഒരു 20 സെക്കൻഡ്സ് കൊണ്ട് അത് എടുത്തതിൻ്റെ ഇരട്ടി വേഗതയിൽ കൂടെ വായിലേക്ക് കൂടെ പുറത്തു വിടുക. അതായത് 10-3-20 എന്നും കൂടെ അതിനെ പറയാറുണ്ട്. 10-3-10 മൂക്കിലേക്ക് കൂടെ ഇൻ, 3 ഹോൾഡ് 20, അല്ലെങ്കിൽ നിങ്ങൾക്ക് 5-3-8 ചെയ്താലും മതി. 5-3-8 എന്ന് പറയുമ്പോൾ 5 സെക്കൻഡ് മൂക്കിലേക്ക് കൂടെ ഉള്ളിലേക്ക്, 3 ഹോൾഡ് ചെയ്യുക. ഇതൊന്ന് പ്രാക്ടീസ് ചെയ്ത് വെച്ചാൽ ഭാവിയിലേക്ക് ഭയങ്കരമായിട്ട് ഉപകാരം ഉണ്ടാവും. കാരണം എന്ന് വെച്ചാൽ നമ്മൾ പല ഘട്ടങ്ങളിലും ആൾക്കാർ നമ്മൾ വിചാരിക്കുന്ന പോലെ പെരുമാറുമോ? ഞാൻ ചോദിക്കട്ടെ, നിങ്ങളൊരു 5 പേരുടെ കൂടി ഇരിക്കുന്നു, ഈ 5 പേരും എങ്ങനെ പെരുമാറണമെന്ന് നിങ്ങൾക്ക് ഡിസൈഡ് ചെയ്യാൻ പറ്റുമോ? ഒരിക്കലും പറ്റില്ല. അപ്പം നമ്മൾ സ്ട്രെസ്ഡ്, ഇയാൾ ഞാൻ വിചാരിച്ചു. അപ്പം ആ സമയത്തൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും നമ്മുടെ സ്വയം കൺട്രോൾ ചെയ്യുക എന്നുള്ളതാണ്. ആ കാര്യങ്ങൾ പെട്ടെന്ന് വെട്ടിത്തുറന്ന് പറയുന്നതിന് മുമ്പായിട്ട് ഒന്ന് പോട്ടെ, ഇനിയിപ്പോൾ പറഞ്ഞ കാര്യമില്ല എന്നുള്ള ഒരു ലെവലിലേക്ക് എത്തിക്കഴിഞ്ഞാൽ കുറേ പ്രശ്നങ്ങൾ ഒഴിവാക്കാൻ പറ്റും. നിങ്ങൾ ആ സെക്കൻഡിൽ റെസ്പോൺസും റിയാക്ഷനും തമ്മിൽ വ്യത്യാസമില്ല. പെട്ടെന്ന് സെക്കൻഡിൽ റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ പ്രശ്നങ്ങൾ, ചിലപ്പോൾ നിങ്ങൾ അവനെ പിടിച്ചിടിച്ച് കളയും. അപ്പം അതിന് മുമ്പായിട്ട് അവനത് ചെയ്തു, പക്ഷെ നിങ്ങൾ പോട്ടെ ഇനിയിപ്പോൾ വെറുതെ. അപ്പോൾ ഇങ്ങനെയൊക്കെ കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ വലിയ വ്യത്യാസങ്ങളുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു സമയത്ത് നിങ്ങൾ റിലാക്സേഷന് വേണ്ടിയിട്ട് ബ്രീത്തിങ് എക്സസൈസ് ഞാൻ കൂടുതലായിട്ട് ഇവിടെ പഠിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. കാരണം ഇപ്പം അങ്ങനെ ഒരുപാട് ചോയ്സ് നിങ്ങൾക്ക് ഇംഗ്ലീഷ് ചാനൽസ് ഉണ്ട്, മീൻസ് യൂട്യൂബിൽ തന്നെ ഡച്ച് ഉണ്ട്, അല്ലെ ഏത് ലാംഗ്വേജിലും ഉണ്ട്, അറബിക്, ഏത് ലാംഗ്വേജിലും ഇത്തരത്തിലുള്ള സംഗതി അത് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും. ചൈനീസ് ഇത് കിട്ടും, ഭൂട്ടാനിലെ ചാനൽ, ഏത് സംഗതി വേണമെങ്കിലും അവൈലബിൾ ആണ്. അതുകൊണ്ട് ഇഷ്ടം പോലെ റിസോഴ്സസ് ഉള്ള ഒരു കാലത്താണ് നിങ്ങൾ ജീവിക്കുന്നത്. അതുകൊണ്ട് ഇൻപുട്ട് മാത്രം ഞാൻ പറയും. പിന്നെ നമുക്ക് ചെയ്യുന്നൊരു സ്ലൈറ്റ് ഒരു മെഡിറ്റേഷൻ, അങ്ങനെ പല രീതിയിലും മെഡിറ്റേഷൻ ഉണ്ട്. കുറച്ച് നേരം ഫ്രീ ആയിട്ട് നമ്മളെ തന്നെ ഒബ്സർവ് ചെയ്തിട്ടിരിക്കും. ഈ ഒരു മെഡിറ്റേഷൻ്റെ കാര്യം പറയുമ്പോഴാണ് റിലാക്സേഷനായിട്ട് ബന്ധപ്പെട്ട് ഞാൻ ചെറിയൊരു കാര്യം കൂടെ ആഡ് ചെയ്ത് തരാം, നമുക്കിത് ഉപകാരപ്പെടുന്നു വിചാരിക്കുന്നു. അതായത് കറക്ഷൻ ഓഫ് ഇന്റേണൽ ടോക്ക്, അല്ലേ? കറക്ഷൻ ഓഫ് ഇന്റേണൽ ടോക്ക്, CIT എന്ന് പറഞ്ഞ സംഗതിയുണ്ട്. CIT എന്ന് വെച്ചാൽ കറക്ഷൻ ഓഫ് ഇന്റേണൽ ടോക്ക്. CIT എന്ന് വെച്ച് കഴിഞ്ഞാൽ ശരിക്കും എന്ന് വെച്ചാൽ ആരാ എവിടെയാണ് പ്രശ്നം ഉണ്ടാക്കുന്ന ആരാ? ഇപ്പം ശരിക്കും എന്ത് സോഴ്സാണ് നിങ്ങൾക്ക് പ്രശ്നം ഉണ്ടാക്കുന്നത്? TV ആണോ പ്രശ്നം ഉണ്ടാക്കുന്നത്? TVയിൽ നിന്ന് നീറ്റിനെ കുറിച്ച് കേൾക്കുന്ന ന്യൂസാണോ? അങ്ങനെ TV ഓഫ് ചെയ്ത് പ്രശ്നം ഉണ്ടാവില്ലേ? വീണ്ടും പ്രശ്നം ഉണ്ടാവും. മൊബൈലിൽ നിന്ന് ഈ പറഞ്ഞിരിക്കുന്ന നീറ്റിനെ കുറിച്ച് വരുന്ന ന്യൂസാണോ പ്രശ്നം ഉണ്ടാക്കുന്ന, അല്ല മെസ്സേജുകളാണോ? മൊബൈൽ ഓഫ് ചെയ്ത് ദൂരെ കൊണ്ടുവച്ച് 2 മിനിറ്റ് ഇരുന്ന് എന്നാലും പ്രശ്നം ഉണ്ടാവും. നിങ്ങളുടെ കൂട്ടുകാരാണോ പ്രശ്നം ഉണ്ടാക്കുന്നത്? അവർ ഇതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നുണ്ടാണോ പ്രശ്നം ഉണ്ടാകുന്നത്? കൂട്ടുകാരൊക്കെ ഒഴിവാക്കി ഒറ്റയ്ക്കിരുന്ന് അപ്പോഴും പ്രശ്നം യഥാർത്ഥത്തിൽ നടക്കുന്ന ഇവിടെയാണ്, നമ്മുടെ ബാക്ക് ബ്രെയിനിലാണ്. അപ്പം സിംബോളിക്കായിട്ട് നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഫ്രണ്ട് ബ്രെയിൻ എന്നും ബാക്ക് ബ്രെയിൻ എന്നും പറയാം. ഫ്രണ്ട് അങ്ങനെ യഥാർത്ഥത്തിൽ സയന്റിഫിക് ആയിട്ട് പറയാൻ പറ്റില്ലെങ്കിൽ കാര്യങ്ങൾ മനസ്സിലാക്കാൻ നമുക്ക് ഒരു ചെറിയ രീതിയിൽ സിംബോളിക് റെപ്രസെന്റേഷൻ ഉപയോഗിക്കുന്നതിൽ തെറ്റില്ലല്ലോ. ഫ്രണ്ട് ബ്രെയിൻ, ബാക്ക് ബ്രെയിൻ. ഇപ്പൊ ഫ്രണ്ട് ബ്രെയിൻ ആണ് നിങ്ങൾ എന്ന് പറഞ്ഞ വ്യക്തി. നിങ്ങൾ ഇതൊക്കെ കേൾക്കുന്നു. ഈ ഫ്രണ്ട് ബ്രെയിനിലേക്ക് ബാക്ക് ബ്രെയിൻ നിങ്ങൾ ഒന്നും കൂടെ ഡീപ്പായിട്ട് പോയാൽ സബ് കോൺഷ്യസ്, അൺകോൺഷ്യസ്, സൂപ്പർ കോൺഷ്യസ്, ക്രിട്ടിക്കൽ മൈൻഡ് എന്നൊക്കെ പറഞ്ഞിട്ട് പല ഭാഗങ്ങളായിട്ടാണ് തരംതിരിച്ചിട്ടുണ്ടാവും. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. എൻ്റെ ഒന്ന് ഡീറ്റെയിൽഡ് ക്ലാസ് ഞാനിപ്പോൾ എടുക്കുന്നത്. ജസ്റ്റ് നമുക്ക് ആവശ്യമുള്ള കാര്യം മാത്രം പറയാം. അതായത് നമ്മളിങ്ങനെ ഇരിക്കുന്ന സമയത്ത്, അല്ലേ, ശരിക്കും എന്താ സംഭവിക്കുന്നത്? നിങ്ങളെങ്ങനെ ഇരിക്കുന്നു അല്ലേ? ആ സമയത്ത് നിങ്ങളിലേക്ക് ഒരു തോട്ട് വരും. എന്താ ഈ തോട്ട്? തോട്ട് എന്നുള്ളൊരു സിനിമ പോലെയാണ്, അല്ലേ?
ഒരു സിനിമയിൽ എന്തൊക്കെയാണ് ഉള്ളത്? സിനിമയിൽ ഓഡിയോ ഉണ്ട്, വിഷ്വൽ ഉണ്ട്, ഇമോഷൻസും ഉണ്ട്. അതേപോലെയല്ല തോട്ടും. ഈ തോട്ട് എന്ന് പറഞ്ഞാൽ 3 കാര്യങ്ങളില്ലേ? വരുന്ന തോട്ട് എങ്ങനെ ഒരു വേർഡാണോ? തോട്ട് എലിഫന്റ് എന്നുള്ള വേർഡല്ല വരുന്നത്. എലിഫന്റ് വരുന്ന സമയത്ത് ആ എലിഫന്റ് തോട്ട് വരുമ്പോൾ എലിഫന്റിന്റെ ഓഡിയോ ഉണ്ട്, വീഡിയോ ഉണ്ട്, എലിഫന്റുമായിട്ട് ബന്ധപ്പെട്ട ഇമോഷൻസും ഉണ്ട്. ആന കരഞ്ഞുകൊണ്ട് ഒരു കുട്ടിയാനോ ചെറുതായിട്ട് ഓടി വരുന്നു, അതിന്റെ പുറകിൽ പിടിയാനോ തള്ളയാനോ ഓടി വരുന്നു പറയുന്ന സമയത്ത് അവിടെ ഒരു ഇമോഷനും കൂടി ഉണ്ട്. അപ്പൊ ഇത് എല്ലാ ടോട്ടലി 3 സംഗതികളുണ്ട്: ഓഡിയോ, വീഡിയോ, ഇമോഷൻസ്. ഈ 3 സംഗതികളും ബാക്ക് ബ്രെയിൻ നിങ്ങളിലേക്ക് തരികയാണ്. ഫോർ എക്സാമ്പിൾ, നിങ്ങൾ എങ്ങനെ ഇരുന്നു, നിങ്ങൾക്ക് ഇപ്പോൾ ഒരു കുഴപ്പമില്ല, നീറ്റിനെ കുറിച്ചുള്ളൊരു തോട്ട് വന്നു. എടാ, ഇത്രയും നന്നായിട്ട് നീ എഴുതിയിട്ട് ഇപ്പം ഇത് ഇങ്ങനെ ആയില്ലേ, ഇനിയിപ്പോൾ എന്താ? യു സി, അവിടെ ഓഡിയോ ഉണ്ട്, വീഡിയോ ഉണ്ട്, വിഷ്വൽ ഉണ്ട്. ഇത്രയും നന്നായിട്ട് എഴുതിയിട്ട് എന്ന് പറയുമ്പോൾ നമ്മൾ ആ പരീക്ഷ എഴുതിയ സീനും കാര്യങ്ങളൊക്കെ നമ്മൾ കാണുകയാണ്. ഇപ്പം ഇതിങ്ങനെ ആയില്ല, അവിടെ ഒരു ഇമോഷനും വന്നു. ഇവിടെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അപ്പം ഈ ഇമോഷൻസ് വരുന്ന സമയത്ത് തീർച്ചയായിട്ടും ഇമോഷണൽ ഇംബാലൻസ് ഉണ്ടാവും. ഇമോഷണൽ ഇംബാലൻസ് വരുന്ന സമയത്ത് അത് ഹോർമോൺസിനെയും കൂടെ ബാധിക്കും. അതായത് സ്ട്രെസ് ഹോർമോൺസ് ബോഡിയിൽ കൂടുതലായിട്ട് പ്രൊഡ്യൂസ് ചെയ്യും. കെമിക്കൽസും ഹോർമോൺസും നിങ്ങൾ പഠിച്ചിട്ടുണ്ട്, ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ്, ഹോർമോൺസ് ഒക്കെ. അപ്പോൾ ഒന്നും കൂടെ ഞാൻ പറഞ്ഞു, ബാക്ക് ബ്രെയിൻ എന്ത് ചെയ്യുന്നു? ഓൾറെഡി അതിൽ ശേഖരിച്ച് വെച്ചിരിക്കുന്ന കുറേ മെമ്മറി ഫയൽസ് ഉണ്ടാവും. നിങ്ങൾ കഴിഞ്ഞ 1 വർഷം നീറ്റിന് പോകുമ്പോൾ നിങ്ങൾ കണ്ട കാഴ്ചകൾ, കേട്ട കാര്യങ്ങൾ, അനുഭവിച്ച കാര്യങ്ങളൊക്കെ ഇതിലുണ്ടാവും. അതിനു മുമ്പേ നിങ്ങളുടെ ഹൈസ്കൂൾ ക്ലാസ്സിലും +1 +2 ക്ലാസ്സിലും അനുഭവിച്ച കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അതിൽ നിന്നുള്ള ഇൻഫർമേഷൻസ് ഒക്കെ അവിടെ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരു ഹാർഡ് ഡിസ്ക് പോലെയാണ് വർക്ക് ചെയ്യുന്നത്. ആ ഹാർഡ് ഡിസ്കിൽ നിന്ന് ഒരു കാര്യമില്ലാണ്ട് ചില കാര്യങ്ങൾ നമ്മൾ, അതാണ് വെറുതെ ഇരിക്കുമ്പോൾ ഏറ്റവും വലിയ പ്രശ്നം എന്താ? വെറുതെ ഇരിക്കുമ്പോഴാണ് ഈ ഹാർഡ് ഡിസ്ക് ഓൺ ആവുന്നത്. ഫ്രണ്ട്സിന്റെ ഇടയിൽ ഉണ്ടാകുമ്പോൾ, നമ്മൾ യാത്രകൾ ചെയ്യുമ്പോൾ, അടിച്ചു പൊളിച്ചു പോകുമ്പോൾ ഹാർഡ് ഡിസ്ക് ചുമ്മാ ഓൺ ആവില്ല. ഹാർഡ് ഡിസ്ക് ഓൺ ആവണം, നിങ്ങൾ ഒറ്റക്ക് വന്നിരിക്കണം. അതേ ഞാൻ നേരത്തെ പറഞ്ഞു, നിങ്ങൾ ഒറ്റക്ക് വന്നിരിക്കുന്ന സമയത്ത് ഇവിടുന്ന് ഓരോ കാര്യങ്ങളായിട്ട് വരുന്നു. നീറ്റ് അങ്ങനെ ആയില്ല, ഇങ്ങനെ ആയില്ല. ഇതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം. യഥാർത്ഥത്തിൽ നിങ്ങൾ എന്നുള്ള വ്യക്തിക്ക് ഒരു കുഴപ്പമില്ല. നിങ്ങൾ ഇതിനെ നേരിടാൻ തയ്യാറാണ്, നിങ്ങൾ പഠിക്കാൻ തയ്യാറാണ്, പരീക്ഷ എഴുതാൻ തയ്യാറാണ്. യു ആർ പെർഫെക്റ്റ്ലി ഓക്കെ, യു ആർ ഓൾസോ പ്രിപ്പയർഡ് ഫോർ ദാറ്റ്. പക്ഷെ പ്രശ്നം എന്താ? ഈ ബാക്ക് ബ്രെയിനിന് അൺവാണ്ടഡ് ആയിട്ടുള്ള സ്ക്രിപ്റ്റ് വരും. ഇതിനാണ് സ്ക്രിപ്റ്റ് എന്ന് പറയുന്നത്. 3 തരത്തിലുള്ള സ്ക്രിപ്റ്റാണ് ഉണ്ടാവുക. ചില വ്യക്തികളിൽ ന്യൂട്രൽ സ്ക്രിപ്റ്റ് ആണ്. ന്യൂട്രൽ സ്ക്രിപ്റ്റ് എന്ന് പറയുന്ന സമയത്ത് പ്രത്യേകിച്ച് എഫക്റ്റ് ഒന്നുമില്ല. ചില വ്യക്തികൾ ഹൈലി പോസിറ്റീവ് സ്ക്രിപ്റ്റ് ആണ്. അവരുടെ ജീവിത സാഹചര്യങ്ങളുടെ ഭാഗമായിട്ടും അവരെ ഇടപെട്ട വ്യക്തിയുടെ ഭാഗമായിട്ടും അവരുടെ സ്ക്രിപ്റ്റ്, അവർക്ക് ബാക്ക് ബ്രെയിനിൽ നിന്ന് കിട്ടുന്ന നിർദ്ദേശങ്ങളെയാണ് സ്ക്രിപ്റ്റ് എന്ന് പറയുന്നത്. അത് പോസിറ്റീവ് ആണ്. അപ്പൊ പോസിറ്റീവ് സ്ക്രിപ്റ്റ് കിട്ടിക്കഴിഞ്ഞാൽ അപ്പൊ അമ്മ പെട്ടെന്ന് പറയാണ്, എടാ നീ പോയിട്ട് ആളെ അവിടെ ഉണ്ടോ നോക്കിയേ. അപ്പൊ സ്ക്രിപ്റ്റ് വന്നു. അമ്മ പറയുന്നത് പോയി നോക്കാം, ഉണ്ടോ അയാൾ എന്തായിട്ട് അവിടെ ഇടവാ, നമുക്ക് പോയി നോക്കാം. അടുത്ത സെക്കൻഡ് നിങ്ങൾ ഇറങ്ങുകയാണ്. ന്യൂട്രൽ സ്ക്രിപ്റ്റ് ആണെങ്കിൽ, എടാ നീ പോയിട്ട് ആളവിടെ ഉണ്ടോ നോക്കിയേ, പോണോ, എന്താ ഒരു നമുക്ക് ഒന്നും ചെയ്യാനൊന്നും തോന്നില്ല. ന്യൂട്രൽ സ്ക്രിപ്റ്റിലെ ആൾക്കാരാണെങ്കിൽ. നെഗറ്റീവ് സ്ക്രിപ്റ്റ് ആണെങ്കിലോ, അമ്മ വീണ്ടും, എടാ നീ പോയിട്ട് ആളവിടെ ഉണ്ടോ നോക്കിയേ, അയാളവിടെ ഉണ്ടാവില്ല. അയാള് ഇല്ല, അമ്മ ഇല്ല, അമ്മ ആളവിടെ ഉണ്ടാവില്ല, അമ്മ വെറുതെ എന്തിനാ പോയിട്ട്, ഇല്ല അമ്മ ഇല്ല അമ്മ, ഞാനില്ല അമ്മ, എനിക്ക് പറ്റില്ല അമ്മ. ഈ മറുപടി നിങ്ങൾ പറഞ്ഞതിന് മുമ്പ് ഒരു സ്ക്രിപ്റ്റിന്റെ പ്ലേ അവിടെ ഉണ്ട്. ഈ സ്ക്രിപ്റ്റ് എങ്ങനെ വരുന്നത്? നിങ്ങൾ കഴിഞ്ഞ 15 അല്ലെങ്കിൽ 16 വർഷമായിട്ട് അല്ല നിങ്ങൾ കടന്നു വന്ന വ്യക്തികള്, സാഹചര്യങ്ങള്, നിങ്ങൾ അനുഭവിച്ച കാര്യങ്ങളൊക്കെ ഈ സ്ക്രിപ്റ്റിന് എന്ത് ചെയ്യും? ഡിറ്റർമിൻ ചെയ്യും. അപ്പൊ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം അതാണ്. അപ്പോൾ നിങ്ങൾ ഏത് കാര്യം കേൾക്കുന്ന സമയത്തും നിങ്ങളിലല്ല പ്രശ്നം, ബാക്ക് ബ്രെയിൻ തരുന്ന സ്ക്രിപ്റ്റിലാണ് പ്രശ്നം. മക്കളെ, ഇന്നത്തെ സെഷന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോയിന്റിലേക്ക് നമ്മൾ ഐഡന്റിഫൈ നിൽക്കുകയാണ്. പോയിന്റിൽ എത്തി നിൽക്കുകയാണ്. അതിനെ ഐഡന്റിഫൈ ചെയ്യണം. നിങ്ങളുടെ സ്ക്രിപ്റ്റ് കൃത്യമായിട്ട് മനസ്സിലാക്കുക. ആർ യു റണ്ണിങ് വിത്ത് ന്യൂട്രൽ സ്ക്രിപ്റ്റ്, നെഗറ്റീവ് സ്ക്രിപ്റ്റ്, പോസിറ്റീവ് സ്ക്രിപ്റ്റ്? അത് നെഗറ്റീവ് സ്ക്രിപ്റ്റ് ആണെങ്കിൽ സന്തോഷം ഉണ്ടാവില്ല, ഒന്നിനും സന്തോഷം ഉണ്ടാവില്ല, എന്ത് കാര്യം കിട്ടിയാലും തൃപ്തി ഉണ്ടാവില്ല. നമ്മൾ ഹോട്ടലിലേക്ക് പോയി, നിങ്ങളുടെ ഫ്രണ്ടും പൊറോട്ട ഓർഡർ ചെയ്തു. ആദ്യം നിങ്ങളുടെ പൊറോട്ട വന്നു, നിങ്ങളിങ്ങനെ കുഴപ്പമില്ല. അപ്പോൾ ഫ്രണ്ടിൻ്റെ പൊറോട്ട വന്നു, നിങ്ങൾ മെല്ലെ ഫ്രണ്ടിൻ്റെ പാത്രത്തിലേക്ക് നോക്കും. എൻ്റെ കുറച്ചും കൂടെ വലിയ പൊറോട്ട, എൻ്റെതാണ് ചെറുത്. പോയി, ഡിസപ്പോയിൻമെൻറ്റ്. നെഗറ്റീവ് സ്ക്രിപ്റ്റ് ആണെങ്കിൽ ഏത് കാര്യത്തിലും, നിങ്ങളൊരു ഡ്രസ്സ് ഇട്ടു, നിങ്ങൾ അത്യാവശ്യം കുഴപ്പമില്ല എന്ന് നല്ല ഡ്രസ്സ് ഇട്ടിട്ട് വന്നു. അപ്പോൾ എപ്പോഴാണ് നിങ്ങളുടെ ഫ്രണ്ട് ഒരു പുതിയ ഡ്രസ്സ് ഇട്ടിട്ട് അത് നോക്കുന്ന സമയത്ത് കുറച്ചും കൂടെ ബെറ്റർ ആണല്ലോ, നമ്മളെന്തിട്ടാലും. അപ്പൊ
അപ്പോൾ മക്കൾ അൾട്ടിമേറ്റ്ലി ചേഞ്ച് ചെയ്യേണ്ടത് നെഗറ്റീവ് സ്ക്രിപ്റ്റ് ആണ്. ഈ നെഗറ്റീവ് സ്ക്രിപ്റ്റ് വരാനുള്ള മേജർ റീസൺ നിങ്ങൾ കഴിഞ്ഞ കാലത്ത് നിങ്ങളുടെ ജീവിത വഴിയിൽ ഇന്ററാക്ട് ചെയ്ത ആൾക്കാരാണ്. കാരണം എന്ന് വെച്ചാൽ നിങ്ങളൊരു കുഞ്ഞായിട്ട് ഭൂമിയിലേക്ക് വരികയല്ലേ. നിങ്ങളൊരു കുഞ്ഞായിട്ട് ഭൂമിയിലേക്ക് വരുമ്പോൾ ശരിക്കും എന്താ സംഭവിക്കുന്നത്? നിങ്ങളൊരു ന്യൂട്രൽ ബ്രെയിനുമായിട്ടാണ് വരുന്നത്. അവിടെ പ്രത്യേകിച്ച് ക്യാരക്ടേഴ്സ് ഒന്നും ഡെവലപ്പ് ചെയ്തില്ല, ഒരു ഇൻപുട്ട് അവിടെ ഇല്ല. ഈ ഇൻപുട്ടിന് വേണ്ടി കുട്ടി കോപ്പിയാണ്. കുട്ടി എന്ത് ചെയ്യുന്നു? ജനിച്ച ഉടനെ അല്ലെ ഒരു ബോധത്തിലേക്ക് എത്തിക്കഴിഞ്ഞാലും മൊത്തം ചുറ്റും ഒബ്സർവ് ചെയ്യും. കണ്ണുകൾ തുറക്കാൻ പറ്റുന്ന സമയത്ത് ഒബ്സർവ് ചെയ്യും. അച്ഛൻ എങ്ങനെയാണ് ബിഹേവ് ചെയ്യുന്നത്, അമ്മ എങ്ങനെയാണ് ബിഹേവ് ചെയ്യുന്നത്, ചേട്ടൻ എങ്ങനെയാണ് ബിഹേവ് ചെയ്യുന്നത്, ഇവരെല്ലാവരും നിങ്ങൾ നോക്കുകയാണ് അല്ലെ. നോക്കുന്ന സമയത്ത് യു ആർ കളക്ടിങ് ദ ഇൻപുട്ട് എടുക്കുകയാണ്, ബിഹേവിയറൽ ഇൻപുട്ട് എടുക്കുകയാണ്. ഇതിങ്ങനെ സ്റ്റോർ ചെയ്തു തന്നു. ആദ്യം സ്കൂളിലേക്ക് പോകുമ്പോഴും അല്ലെ, അവിടുന്ന് ടീച്ചർ പെരുമാറുമ്പോഴും എങ്ങനെയൊക്കെ പെരുമാറണം എന്നുള്ളതിനെ കുറിച്ചുള്ള ഇൻപുട്ട്, ആ ഇൻപുട്ടാണ് സ്ക്രിപ്റ്റ് ഡെവലപ്പ് ചെയ്യുന്നത്. ഇതൊക്കെ ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് വഴികളുണ്ട്. നമുക്ക് പറ്റുകയാണെങ്കിൽ വരുന്ന ക്ലാസ്സുകളിൽ കോഗ്നിറ്റീവ് ബിഹേവിയർ തെറാപ്പി, CBT പോലൊക്കെ, EMDR, ഒരുപാട് മെത്തേഡ്സ് ഉണ്ട് നമുക്ക് ഈ സ്ക്രിപ്റ്റ് ചേഞ്ച് ചെയ്യാനൊക്കെ. അപ്പോൾ അത് നമുക്ക് വരുന്ന ക്ലാസ്സിൽ ഡീറ്റെയിൽ ആയിട്ട് പറയാം. അപ്പോൾ ആദ്യം നമ്മുടെ ഇന്നത്തെ സെഷൻ്റെ എങ്ങനെ നിങ്ങൾക്ക് ഇനിയുള്ള ദിവസത്തിൽ നന്നായിട്ട് നിങ്ങളുടെ മൈൻഡിനെ സെറ്റ് ചെയ്യാം എന്നുള്ളത് പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ടത് നിങ്ങളുടെ സ്ക്രിപ്റ്റിംഗ് ആണ്. സ്ക്രിപ്റ്റ് 3 തരത്തിലാണ്: ന്യൂട്രൽ, നെഗറ്റീവ്, പോസിറ്റീവ്. സ്ക്രിപ്റ്റ് പോസിറ്റീവ് ആക്കാൻ നമുക്ക് ശ്രമിച്ചാൽ പറ്റും. ഫോർ എക്സാമ്പിൾ, ഞാൻ ചെറിയൊരു എക്സാമ്പിൾ പറയാം. ഹോസ്റ്റലിൽ കോളിംഗ് ഡേ. എൻ്റെ ഫോൺ എടുത്ത് ഹോസ്റ്റലിൽ നിൽക്കുന്ന ഒരു കുട്ടി, ഞാൻ കുട്ടിയാണ്. എനിക്ക് ഇന്ന് കോളിംഗ് ഡേ, ഇന്ന് ബുധനാഴ്ച കോളിംഗ് ഡേ ആണ്. സാധാരണഗതിയിൽ ഈ കുട്ടി എന്ത് ചെയ്യുന്ന വെച്ചാൽ ഫോൺ കയ്യിൽ കിട്ടിയ ഉടനെ ഒരു ദിവസമാണ് അമ്മേനെ വിളിക്കാൻ പറ്റുക. അച്ഛൻ, അയ്യോ അമ്മേ എനിക്കിവിടെ പറ്റുന്നില്ല അമ്മ, ഭയങ്കര ബുദ്ധിമുട്ടാണ് അമ്മ, പരീക്ഷയിലൊന്നും മാർക്കില്ല അമ്മ, എനിക്കിത് പറ്റില്ല അമ്മ, എനിക്ക് അന്ന് അമ്മയോട് ഞാൻ പറഞ്ഞില്ല അമ്മ എനിക്കിത് പറ്റും, ഞാൻ വീട്ടിലേക്ക് വന്ന് ഞാൻ അവിടുന്ന് പഠിക്കാം അമ്മ, പറ്റില്ല അമ്മ, മതി അമ്മ. ഇതാണ് നോർമലി സംഭവിക്കുക. ഇവിടെ എന്താ സ്ക്രിപ്റ്റ്? ഇവിടുത്തെ സ്ക്രിപ്റ്റ് എന്താ? ആബ്സല്യൂട്ട്ലി നെഗറ്റീവാണ്. നിങ്ങളിത് ഒരു കാര്യം, നിങ്ങൾ നിങ്ങളുടെ സ്വാർത്ഥതയ്ക്ക് വേണ്ടിയിട്ട് ആ കോള് നിങ്ങൾ ചെയ്തു, നിങ്ങളത് ഫിനിഷ് ചെയ്തു. പക്ഷെ അമ്മേന്റെ അവസ്ഥ എന്താ? ഇത് കേൾക്കുന്ന അമ്മ എനിക്ക് പറ്റുന്നില്ല അമ്മ, അയ്യോ. കാരണം ഈ 40 വയസ്സുള്ള കഴിഞ്ഞ വ്യക്തികളിൽ എന്ന് വെച്ചാൽ മാനസിക സമ്മർദ്ദം വന്നാൽ നേരെ അത് ബോഡീനെ ബാധിക്കുക. ആ കോള് വെച്ച് കഴിയുമ്പോൾ അമ്മ ആകെ കൂടി ഇങ്ങനെ സ്തബ്ധയായി എന്നൊരു വാക്കില്ല മലയാളത്തിൽ, സ്തബ്ധയായി ഇങ്ങനെ. എന്താടാ? അല്ല ഒന്നുമില്ല, മോള് വിളിച്ചിട്ട് ഭയങ്കരമായിട്ട് എനിക്ക് എന്തൊരു തലവേദന പോയി, ഇതൊരു കഷ്ട കുട്ടിക്ക് അവിടെ തീർന്നു, ആ വീട് മൊത്തം. ഇതാണ് സംഭവിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇപ്പൊ ഇവിടെ ചെയ്യുന്ന കാര്യങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ സ്ക്രിപ്റ്റ് ചേഞ്ച് ആണ്. ഇവിടെ ഇത് നമുക്ക് വേറെ രീതിയിൽ ചെയ്യാം. വേറെ രീതിയിൽ എങ്ങനെ ചെയ്യാം? ആ സ്ക്രിപ്റ്റ് നമുക്കറിയാം, നമ്മുടെ സ്ക്രിപ്റ്റ് നെഗറ്റീവ് ആണെന്ന് ഐഡന്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം? വി ട്രൈ ടു ചേഞ്ച് ഇറ്റ്. അത് നമ്മൾ എന്ത് ചെയ്യണം? ചേഞ്ച് ചെയ്യണം. എങ്ങനെ ചേഞ്ച് ചെയ്യും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നോക്കൂ, ഈ ഒരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. നോക്കൂ, ഇപ്പൊ നമ്മള് അമ്മേനെ വിളിക്കാൻ റെഡി ആവണം, ഫോൺ എടുക്കുകയാണ്. ഫോൺ എടുക്കുന്ന സമയത്ത് കോൺഷ്യസ്ലി നിങ്ങൾ നിങ്ങളുടെ ബാക്ക് ബ്രെയിനോട് സംസാരിക്കുക. കോൺഷ്യസ്ലി നിങ്ങൾക്കറിയാം കാര്യങ്ങൾ റോങ്ങിലേക്കാണ് പോകുന്നത്. ഫോൺ എടുത്തു, എടാ, നമ്മളോട് തന്നെ പറയാം, എടാ അമ്മേനെ വിളിക്കണം, ആഴ്ചയിൽ ഒരു ദിവസമാണ് അമ്മേനെ ഇങ്ങനെ വിളിക്കുന്നത്. ഞാനിങ്ങനെ ഒരു സെക്കൻഡ് എന്താ വീഡിയോ ഓക്കെ 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 ശരി 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 ശരി. ഇങ്ങനെ എൻ്റെ അടിയിൽ ഒരു കോള് വന്നാണ്, ഞാനത് കട്ട് ചെയ്യാണ്ട്. അപ്പൊ അമ്മ എത്രത്തോളം ടെൻഷൻ അടിക്കേണ്ടത് നമുക്കറിയാം. ഇപ്പം നമ്മളോട് സംസാരിക്കുക, എടാ അമ്മ ഒറ്റക്ക വീട്ടിലിപ്പോ ശരിയാണ്, ഇവിടെ കാര്യങ്ങൾ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്, പക്ഷെ അത് എനിക്ക് തന്നെ സോൾവ് ചെയ്യാൻ വേണ്ടി പറ്റും, നമുക്ക് തന്നെ സോൾവ് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പം അമ്മ കുറച്ചൊരു ഇതായിട്ട് സംസാരിച്ചാൽ മതി, വിളിക്കും. നോക്കണേ, സ്ക്രിപ്റ്റ് ചേഞ്ച് ചെയ്തു. നിങ്ങൾ കൊടുത്ത ഇൻസ്ട്രക്ഷന്റെ ഭാഗമായിട്ട് നിങ്ങളുടെ സ്ക്രിപ്റ്റ് ചേഞ്ചായി, അത് ആക്സെപ്റ്റ് ചെയ്തു ബാക്ക് ബ്രെയിൻ. ഹലോ അമ്മ, അമ്മ ഞാൻ ഇന്ന് കുറച്ച് ഒരു പരീക്ഷയൊക്കെ നന്നായിട്ട് എഴുതി അമ്മ, ഇപ്പൊ എനിക്ക് കുഴപ്പമൊന്നുമില്ല അമ്മ. കുഴപ്പമുണ്ട് ശരിക്കും, ബട്ട് വാട്ട് യു ആർ സെയിങ്? അമ്മ ഇപ്പൊ ഞാൻ ഇമ്പ്രൂവ് ആവുന്നുണ്ട് അമ്മ, ഞാൻ ഇന്നത്തെ എക്സാമിലേക്ക്, പിന്നെ അമ്മ ഭക്ഷണമൊക്കെ എനിക്ക് കുഴപ്പമില്ല, ഞാനിപ്പോ എല്ലാം അഡ്ജസ്റ്റ് ആയി, സെറ്റായി. ഇല്ല അമ്മ കുഴപ്പമൊന്നുമില്ല, അച്ഛനോട് പറഞ്ഞേട്ടാ. ഓക്കെ ഓക്കെ. അല്ല ഞാൻ ഉഷാറാ, നിങ്ങൾ നോക്കാം, അടുത്ത പ്രാവശ്യം വീട്ടിലേക്ക് വരുന്ന സമയത്ത് ഞാൻ എല്ലാം മാർക്കൊക്കെ കൂട്ടി അടിപൊളിയായിട്ട് വരും. ഓക്കെ ശരി എന്നാൽ കേട്ടോ. ഓക്കെ. ഇവിടെ എന്ത് സംഭവിച്ചു? ഇതിന്റെ ഇഫക്റ്റ് ശരിക്കും ആർക്കാ കിട്ടുന്ന? അമ്മക്കാണ്. അമ്മ ഇങ്ങനെ
ആദ്യമായിട്ട് അമ്മ നിങ്ങളുടെ കോളിന് ശേഷം ചിരിക്കും. ശരിക്കും ഹോസ്റ്റലിലൊക്കെ നിന്നവർക്ക് അറിയാം, അത് നമ്മൾ നമ്മുടെ സ്ക്രിപ്റ്റ് ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ അത് പല രീതിയിൽ ഇമ്പ്രൂവ്മെന്റ് ഉണ്ടാക്കൊണ്ട് പറ്റും. കാരണം മക്കളെ, നമുക്ക് വേണ്ടി ആരും ചേഞ്ച് ചെയ്തില്ല. നമ്മൾ പ്രശ്നങ്ങളോട് അഡ്ജസ്റ്റ് ചെയ്തിട്ട് നമ്മുടെ സ്ക്രിപ്റ്റ് ചേഞ്ച് ചെയ്യാനുള്ളൊരു ശ്രമങ്ങൾ നടത്തി കഴിഞ്ഞാൽ എല്ലാ കാര്യങ്ങളും ക്ലിയർ ആവും. അപ്പോൾ ആദ്യമായിട്ട് എനിക്ക് നിങ്ങളോട് നിങ്ങളുടെ സ്റ്റഡി മാറ്റുന്നതിൽ ഏറ്റവും തരാനുള്ള ഇൻസ്ട്രക്ഷൻ ഇതാണ്: സ്ക്രിപ്റ്റ് ഐഡന്റിഫൈ ചെയ്യുക, ട്രൈ ടു ചേഞ്ച് ഇറ്റ്. മെല്ലെ മെല്ലെ. അത് സാധാരണ 21 days ആണ് ഇതിന്റെ. അതായത് 21 ദിവസം കൃത്യമായിട്ട് നിങ്ങൾ സ്ക്രിപ്റ്റ് ചെയ്യും. അത് എല്ലാവരും ചെയ്യണം. അതായത് വെറുതെ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് എന്താലോചിക്കുന്നു അത് മൊത്തത്തിൽ അങ്ങ് ചെയ്യരുത്. ആലോചനയെ അനലൈസ് ചെയ്യുക. എന്താണ് ആലോചനയെ, നിങ്ങളുടെ തോട്ടിനെ അനലൈസ് ചെയ്യുക. നിങ്ങളിപ്പോ എന്താ ചിന്തിക്കുന്നത്? മിക്കവാറും കേസിൽ പൊട്ടത്തരായിരിക്കും ചിന്തിക്കുന്നത്. മിക്കവാറും കേസിൽ ഒരു ആവശ്യമില്ലാത്ത കാര്യമായിരിക്കും ചിന്തിക്കുന്നത്. മിക്കവാറും കേസിൽ ഒരു നടക്കാൻ സാധ്യതയുള്ള കാര്യമായിരിക്കും ചിന്തിക്കുന്നത്. അതിനെക്കുറിച്ച് ചിന്തിച്ച് ഇങ്ങനെ ടെൻഷൻ കൂട്ടി, സ്ട്രെസ് ഹോർമോൺസ് കൂട്ടി, മുഖത്തൊക്കെ കുരു വന്ന്, മുടിയൊക്കെ കൊഴിഞ്ഞു പോയി, സ്കിന്നൊക്കെ പോയി, ഇതൊക്കെ സംഭവിക്കും. അപ്പൊ അതിനായി വേണമെങ്കിൽ ജേർണലിങ് ചെയ്യാം. ഡീറ്റെയിൽ ആയിട്ട് പിന്നീട് പറഞ്ഞൊരു പേപ്പർ എടുത്തിട്ട് എഴുതി, നമ്മളിപ്പോ ചിന്തിക്കുന്ന കാര്യം ഇതാണ്. നമുക്ക് പ്രധാനമായും ഇതിൽ 2 പ്രശ്നങ്ങൾ, 1 minute 2 പ്രശ്നങ്ങളാണ് ഉള്ളത്. ആദ്യത്തെ പ്രശ്നം ഇങ്ങനെ ഐഡന്റിഫൈ, അല്ലാണ്ട് ഈ ബാക്ക് ബ്രെയിൻ പഴയ എക്സ്പീരിയൻസ് പറയുന്ന കാര്യങ്ങൾ അതേപോലെ കേൾക്കല്ലേ. ഒന്നും കൂടെ, ബാക്ക് ബ്രെയിൻ പഴയ എക്സ്പീരിയൻസ് വെച്ച് പറയുന്ന കാര്യങ്ങൾ അതേപോലെ കേൾക്കല്ലേ. അതിനെ അനലൈസ് ചെയ്യും. നിങ്ങളുടെ ചിന്തകൾ നിങ്ങൾ അനലൈസ് ചെയ്യാൻ തുടങ്ങി കഴിഞ്ഞാണ്ടല്ലോ മാജിക്കാ സംഭവിക്കുക. ഓക്കെ, ഇനി മറ്റൊരു കാര്യം കൂടെ ഞാൻ ഇതിൽ കൂട്ടിച്ചേർക്കുകയാണ്. അക്കാഡമിക്കലി ഈ പഠിത്തമായിട്ട് ബന്ധപ്പെട്ട നിങ്ങളുടെ സ്റ്റഡി ഒന്ന് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ ഒരു സ്റ്റാറ്റസ് റിപ്പോർട്ട് തയ്യാറാക്കുക. അതായത് ഈ ബ്രെയിനിന് ടോട്ടലി നിങ്ങളുടെ പഠനത്തെക്കുറിച്ച്, ഇപ്പോൾ എൻട്രൻസ് പഠനത്തെക്കുറിച്ച് ആലോചിക്കുമ്പോൾ റീനീറ്റ് എന്ന് പറയുമ്പോൾ ഒരു കൺഫ്യൂഷൻ, അതൊന്ന് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് സബ്ജക്ട് വൈസ് ആയിട്ട് MSR എന്ന് പറയും. MSR സ്റ്റാൻഡ് ഫോർ മൈ സ്റ്റാറ്റസ് റിപ്പോർട്ട്. മൈ, എൻ്റെ, സ്റ്റാറ്റസ് റിപ്പോർട്ട്, മൈ സ്റ്റാറ്റസ് റിപ്പോർട്ട്, MSR, മൈ സ്റ്റാറ്റസ് റിപ്പോർട്ട്. ഇതിന്റെ കോളംസ് ഞാൻ പറഞ്ഞുതരാം. ഫസ്റ്റ് ഫിസിക്സ് എടുക്കാം. ഫിസിക്സ് ഫസ്റ്റ് കോളം സീരിയൽ നമ്പർ ഒരു കോളം. നെയിം ഓഫ് ദ ചാപ്റ്റർ രണ്ടാമത്തെ കോളം. മൈ സ്റ്റാറ്റസ്, മൈ, എന്റെ സ്റ്റാറ്റസ്, മൈ സ്റ്റാറ്റസ്. അവിടെ കേട്ടോ, കോളംസ് മാത്രം മനസ്സിലാക്കുക. ലാസ്റ്റ് കോളം റിമാർക്സ്. ഒന്നും കൂടെ പറയാം. സീരിയൽ നമ്പർ ചെറിയ കോളം മതി, വേണമെങ്കിൽ ഇപ്പൊ തന്നെ നിങ്ങൾ നോട്ട് ചെയ്തു. രണ്ടാമത്തത് നെയിം ഓഫ് ദ ചാപ്റ്ററിന്റെ പേര്. മൂന്നാമത്തെ കോളം മൈ സ്റ്റാറ്റസ് ഓർ അക്കാഡമിക് സ്റ്റാറ്റസ് അല്ലെങ്കിൽ എന്റെ സ്റ്റാറ്റസ്, മൈ സ്റ്റാറ്റസ് എന്ന് എഴുതിയാൽ മതി. ലാസ്റ്റ് കോളം ഈസ് റിമാർക്ക്. ആദ്യത്തേത് നമുക്ക് 1, സീരിയൽ നമ്പർ 1, ഫസ്റ്റ് ചാപ്റ്ററിന്റെ പേര് യൂണിറ്റ്സ് ആൻഡ് മെഷർമെന്റ്സ്, അല്ലെ, യൂണിറ്റ്സ് ആൻഡ് മെഷർമെന്റ്. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ആ ചാപ്റ്ററിന്റെ സ്റ്റാറ്റസ് എന്താണ്? മീൻസ് എക്സലന്റ്, ഗുഡ്, ആവറേജ്, ബിലോ ആവറേജ്. ഈ 4 വാക്കുകൾ ഏതെങ്കിലും ഒന്ന് അവിടെ എഴുതാം. എക്സലന്റ് എന്ന് വെച്ചാൽ ആ ചാപ്റ്റർ സൂപ്പറായിട്ട് പഠിച്ചിട്ട് നിങ്ങളെല്ലാം സെറ്റാക്കി, അതാണ് എക്സലന്റ്. ഗുഡ്, കുഴപ്പമില്ല, സെറ്റാണ്. ഓക്കെ, ആവറേജ് അത്ര പോരടാ. ബിലോ ആവറേജ്, എന്തോ കാരണം കൊണ്ട് ആ ചാപ്റ്റർ ഞാൻ നോക്കിയിട്ടില്ല. അതിന്റെ ബ്രാക്കറ്റിൽ എത്ര എൻട്രൻസ് ക്വസ്റ്റ്യൻസ് നിങ്ങൾ പഠിച്ചിട്ടുണ്ടെന്ന് എഴുതുക. കാരണം എന്ന് വെച്ചാൽ എൻട്രൻസ് ക്വസ്റ്റ്യൻസ് മാക്സിമം വർക്കൗട്ട് ചെയ്താലല്ലേ നിങ്ങൾക്ക് എൻട്രൻസ് കിട്ടുക. നിങ്ങൾ അതിന്റെ കുറെ തിയറി പഠിച്ചിട്ട് കാര്യമുണ്ടോ? ചില കുട്ടികൾ എന്താ നന്നായിട്ട് തിയറി അറിയാം, അപ്പൊ ഒറ്റ ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്ത് നോക്കിയിട്ടുണ്ടാവില്ല. യൂണിറ്റ്സ് ആൻഡ് മെഷർമെന്റ്സ് എന്നുള്ള ചാപ്റ്ററിൽ നിന്ന് നിങ്ങൾ എത്ര ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്തിട്ടുണ്ട്? അപ്പൊ മിനിമം നിങ്ങൾക്കൊരു 200 to 300 ക്വസ്റ്റ്യൻസ് എങ്കിലും വർക്കൗട്ട് ചെയ്യണം. എന്നാലേ ഈ 25 ലക്ഷം ആൾക്കാർ എഴുതുന്ന പരീക്ഷ നമുക്ക് ക്ലിയർ ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പൊ അത് കൃത്യമായിട്ട് അവിടെ കാണിക്കും. ഓൺലി 30 questions or 100 questions cleared. അതായത് 100 ചോദ്യങ്ങൾ നിങ്ങൾ ചെയ്തിട്ടുണ്ട് എന്നാണ്. റിമാർക്ക് അവിടെ നിൽക്കട്ടെ, റിമാർക്ക് ലാസ്റ്റ് ചെയ്യാം. സെക്കൻഡ്, സീരിയൽ നമ്പർ 2, മോഷൻ ഇൻ എ സ്ട്രേറ്റ് ലൈൻ. അത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം വെരി ഗുഡ് ഓർ എക്സലന്റ് ആണോ, ഗുഡ് ആണോ, ആവറേജ് ആണോ, അത് എഴുതുക. പിന്നെ അടുത്തത് അതിന്റെ റിമാർക്ക് അവിടെ കിട്ടാൻ പറഞ്ഞു. ഇങ്ങനെ എല്ലാ ചാപ്റ്ററും, ലോസ് ഓഫ് മോഷൻ, അല്ലെ, ഓരോന്നിന്റെ കൂടെ എത്ര ക്വസ്റ്റ്യൻസ് ചെയ്തിട്ടുണ്ടോ കൂടെ എഴുതണം. റിമാർക്ക് കോളത്തിൽ ഇതിൽ നിങ്ങൾ ഇനി എന്ത് ചെയ്യും എന്നുള്ള പ്ലാനാണ്. നമ്മൾ എപ്പോഴും ഉഷാറാവും, നമുക്കൊരു പ്ലാൻ ഉണ്ടാകുമ്പോഴാണ്. അതായത് നിങ്ങൾ സാധാരണ ഇതിൽ ഭയങ്കര ഡള്ളായിട്ട് അല്ലെ ഇരിക്കുന്ന ഒരു കുട്ടി നിങ്ങളുടെ വീട്ടിൽ നിന്ന് നാളെ ഒരു ടൂർ പോകുന്നു വിചാരിക്കുക. നിങ്ങൾ മുംബൈയിലേക്ക് ടൂർ പോകുന്നു, അല്ലെ ബാംഗ്ലൂരിലേക്ക് ടൂർ പോകുന്നു, മൈസൂർ പോകുന്നു, ഊട്ടി പോകുന്നു, അല്ലെ. ഈ ടൂർ പോകുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊന്ന് ഉഷാറാവും. നാളെ പോകണമല്ലോ. ഇത് പ്ലാൻ, നല്ല പോസിറ്റീവ് പ്ലാൻ ഉണ്ടാകുമ്പോൾ ഒന്നും കൂടെ ഉഷാറാവും. അപ്പൊ ഈ പ്ലാനാണ് റിമാർക്ക്. I will take 3 hours for this. Within 2 hours we can complete 100 more or 50 more questions. എന്തെങ്കിലും ഒരു പ്ലാൻ അവിടെ. ഇന്ന ദിവസം ഞാൻ ഇതിന്റെ ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ് പഠിക്കും. നിങ്ങൾ ഇന്ന് ഈ വീഡിയോ കണ്ടിട്ട് സ്റ്റാറ്റസ് റിപ്പോർട്ട് ഒന്ന് തയ്യാറാക്കി നോക്കി ബാക്കി നമുക്ക് സെറ്റാക്കാം. അപ്പോൾ ഞാൻ ഇത്ര നേരം സംസാരിച്ചത്
എൻ്റെ പൊന്നു മക്കളാണ് നിങ്ങളെല്ലാവരും നല്ല രീതിയിൽ ഇനിയിപ്പോൾ എക്സാമിനേഷൻ ഏറ്റവും നല്ല രീതിയിൽ എഴുതാനുള്ള കാലിബർ നിങ്ങൾക്കുണ്ട്, അതിനുള്ള പവർ നിങ്ങൾക്കുണ്ട്. നിങ്ങൾ ജസ്റ്റ് ഒന്ന് പ്രചോദിപ്പിച്ചു കഴിഞ്ഞാൽ നിങ്ങളത് സെറ്റാവുമെന്ന് എനിക്കറിയാം. അതിനു വേണ്ടിയിട്ടുള്ളൊരു സീരീസാണിത്. അപ്പം ഞാൻ പ്രധാനമായിട്ടും നിങ്ങളുടെ മൈൻഡിൻ്റെ പ്രശ്നങ്ങൾ ഇതിൽ പറഞ്ഞു തന്നു. ഇവിടെ സ്റ്റാറ്റസ് റിപ്പോർട്ട്, ഈ സ്റ്റാറ്റസ് റിപ്പോർട്ട് ഏതിനൊക്കെ ഉണ്ടാക്കണം? ഫിസിക്സ് മാത്രമാണോ? ഫിസിക്സിന് ഉണ്ടാക്കണം, കെമിസ്ട്രിക്ക് ഉണ്ടാക്കണം, ബയോളജിക്ക് ഉണ്ടാക്കണം. ഈ 3 സബ്ജക്റ്റ് നിങ്ങൾ ഉണ്ടാക്കുമ്പോൾ കൃത്യമായിട്ട് നിങ്ങൾക്ക് ധാരണ കിട്ടും നിങ്ങൾ എവിടെയാണ് നിൽക്കുന്നത്, എന്തൊക്കെയാണ് നിങ്ങളുടെ മിസ്റ്റേക്സ്, ഏതൊക്കെ സബ്ജക്റ്റിൽ ഏതൊക്കെ ചാപ്റ്ററിലാണ് നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ടത് കൃത്യമായിട്ട് ഐഡിയ കിട്ടും. ഇതിനെ തുടർന്നുള്ള ബാക്കി പ്ലാനിങ് നമുക്ക് അടുത്ത വീഡിയോയിൽ ചെയ്യാം. ഈ ഒരു വീഡിയോ കുറച്ച് ലോങ് ആയി എന്ന് എനിക്ക് തോന്നുന്നു, ലെങ്ത് കൂടിയെന്ന് എനിക്ക് തോന്നാലും കുഴപ്പമില്ല, നിങ്ങൾ എല്ലാവരും ഇത് കേട്ടിരിക്കുന്നുണ്ടെന്ന് അറിയാം. എന്തായാലും നമുക്ക് അടുത്ത വീഡിയോയിൽ ബാക്കി പ്ലാനായിട്ട് വരാം. അതുവരെ സെറ്റ് ആയിരിക്കുക. ഓൾ ദ ബെസ്റ്റ്.